ഹലോ, ഇതൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണേ. ഇന്ന് രാവിലെയും മഴയായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ LP സ്കൂൾ. ഞാൻ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത 5 വർഷങ്ങളിൽ 3 വർഷം ഞാൻ പഠിച്ചത് ഈ സ്കൂളിലായിരുന്നു കേട്ടോ. വീടിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ എന്നും ഈ സ്കൂൾ കണ്ടിട്ടാണ് ഞാൻ പിന്നെ പോകുന്നത്. ബസ് സ്റ്റോപ്പ് താഴെ ഉണ്ടെങ്കിലും ഇവിടെ നിൽക്കുമ്പോഴേ ഞങ്ങൾക്കൊരു സമാധാനം കിട്ടും. എന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ഈ ഒരാളെ കണ്ടു കേട്ടോ. അതിന് പിന്നാലെ ഓട്ടോയും വന്നു. ഓട്ടോയിൽ കയറി ഞാൻ ഹോസ്പിറ്റലിലെത്തി. പിന്നെ ഈ കാണുന്നത് എൻ്റെ നഴ്സിംഗ് സ്റ്റേഷനാണ് കേട്ടോ. നമ്മൾ പ്രീ ചെക്കപ്പ് ചെയ്യുന്നത് ഈ റൂമിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് കാണുന്ന കാഴ്ച കേട്ടോ. ഒരു പ്ലാവ് നിറയെ ചക്കകളും ഉണ്ട് കേട്ടോ. പിന്നെ മഴ പെയ്യുമ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇന്നലെ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഒരു സ്ഥലം വരെ പോകണമെന്ന്. അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോണത്. ഞാനുണ്ട്, അമ്മയുണ്ട്, അനുണ്ട്, എൻ്റെ അനിയത്തിമാരും ഉണ്ട് കേട്ടോ. അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് സ്ഥലം. പക്ഷേ ഞാനൊക്കെ അവിടെ പോയിട്ട് വർഷങ്ങളായിട്ട് കയ്യിൽ കുറച്ച് ചക്കപ്പൊരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് കഴിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് വഴി. നമ്മളവിടെ പണ്ട് കുറേ മലകളും എന്താ പറയുക കാടുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ വെട്ടിത്തെളിച്ച് ഇവർ കല്ല് വെട്ടാനൊക്കെ തുടങ്ങി. അപ്പോൾ അവിടെ എപ്പോഴും ഒരു ലോറി 2 ലോറിയൊക്കെ നമ്മുടെ നാട്ടിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ നേരെ കാണുന്ന ഭാഗങ്ങളൊക്കെ റബ്ബർ തോട്ടങ്ങളാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തതാ ഈ റോഡിലൂടെയാണ് ഞങ്ങൾക്ക് പോകാനുള്ളത്. റോഡൊന്നല്ല, ഒരു മൺപാത. അത് വഴിയാണ് ഞങ്ങൾക്ക് പോകാനുള്ളത്. പിന്നെ 2 വശം നിറയെ മാവുണ്ട് കേട്ടോ. അപ്പോൾ നിറയെ മാങ്ങകളൊക്കെ വീണ് റോഡൊക്കെ കുറച്ചൊക്കെ മോശമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഈ വീടൊക്കെ ഒരേ ഫാമിലിയുള്ള ആൾക്കാരാട്ടോ. അപ്പോൾ ഞങ്ങൾ സ്ഥലത്ത് എത്താറായി. ഇത് നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം, കുറേ കണ്ടില്ലേ കുറേ മലകളൊക്കെ. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾക്ക് പോകാനുള്ളത്. മലയിലേക്കല്ല, എന്നാലും ഒരു ചെരുവുണ്ട്. അപ്പോൾ അവിടേക്ക് ഇറങ്ങിയാൽ നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കാരണം മഴ ഒന്ന് കുറഞ്ഞ സമയമാണ്. മഴ ഇല്ലാന്ന് തന്നെ പറയാം. ആ സമയത്ത് ആ ഒരു തണുപ്പും നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാറ്റ് കണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നോക്കിയിരുന്നു. താഴോട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വെച്ചു. അവിടെ നിന്ന് കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ടു നിന്നു. നോക്കിയാൽ തന്നെ കാണാം ആ മലകളൊക്കെ തന്നെ കുറച്ച് കുറച്ചായിട്ട് കരിങ്കൽ കോറിയായിട്ടും ഒക്കെ മാറിയിട്ടുണ്ട്. അവിടെ ഇവിടെ വീടുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പണ്ടൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. ഇവിടെ നിറയെ മരങ്ങളായിരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങാനേ പറ്റില്ലായിരുന്നു കേട്ടോ. അവിടെ ഇവിടെ ആയിട്ട് കുറേ നീർച്ചാലുകളൊക്കെ കാണാം അല്ലേ. നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറച്ച് കോടകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങി. അപ്പോൾ ശ്രദ്ധിച്ചിറങ്ങായിരുന്നു. ഭയങ്കര വീഴാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഇറങ്ങി കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ അപ്പുറത്ത് കറക്റ്റായിട്ട് നല്ലൊരു റോഡ് ഉണ്ടായിരുന്നത് കണ്ടത് കേട്ടോ. അങ്ങനെ ഈ ഭാഗങ്ങളൊക്കെ കല്ലെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പുറത്തെ സൈഡൊക്കെ ഫുള്ളായിട്ട് കല്ലെടുത്ത് തുടങ്ങി. അതായത് ഭാഗം കുഴിച്ച് കണ്ടില്ലേ. പിന്നെ അതിലൂടെ അങ്ങനെ നടന്നപ്പോഴാണ് കണ്ടത് മറ്റേ ഇവിടെ താഴെ കുറച്ച് വിള്ളലൊക്കെ കണ്ടേ. ഞങ്ങൾ വെച്ച് കല്ലൊക്കെ എടുത്തതിന് ശേഷം ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുന്നു. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതിപ്പോൾ നിർത്തി വെച്ചതാണോ ഇനിയിപ്പോൾ മഴയായിട്ട് നിർത്തിയതാണോ കുറച്ച് കഴിഞ്ഞാൽ തുടങ്ങുമെന്നും അറിയില്ല. എന്തായാലും മലയുടെ കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമായി. ചരിവുകളിൽ കിളിയാറിൻ പടവുകളിൽ കുതിരക്കല്ലങ്ങാടി മുക്കിൽ ഉദയഗിരി തിരുമുടിയിൽ പൈനാവിൻ പെൺമണിയിൽ കല്ലാറിൻ നനപോലും കടവിൽ കാണാമകളെ കേൾക്കാമകളെ കനകപ്പൂങ്കുളുന്തൊത്ത പെണ്ണ്. പിന്നെ ഈ സ്ഥലങ്ങൾ, അതായത് ഈ ഭാഗമല്ല, അതിന് താഴെയുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മുടെ ചൈൽഡ്ഹുഡ് മെമ്മറിയിൽ പെട്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുപ്പകാലത്ത്, അതായത് കുട്ടിക്കാലത്ത് നമ്മൾ മാങ്ങൊക്കെ പറിക്കാൻ വേണ്ടി പോകുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 7 മണിയൊക്കെ ആവുന്ന സമയം ഞങ്ങൾ പിന്നെ തിരിച്ചു പോന്നു. അങ്ങനെ പോകുന്ന വഴിയാണിത്. വരുന്ന വഴി ഞങ്ങളൊരു സാധനം കണ്ടുവച്ചിട്ടുണ്ട്. പോകുമ്പോൾ കാണിച്ചു തരാം. എന്താ അത്, നിങ്ങളവിടെ ഇതിന് എന്താ പറയുക? ഇവിടെ ഇതിന് പറയുന്ന പേരാണ് അണ്ടിപ്പക്രു എന്ന് പറയും. നിങ്ങളവിടെ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. നമ്മളതെടുത്തു. ഒരു 2-3 എണ്ണം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് കുറേയൊക്കെ കേട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കളഞ്ഞു. പിന്നെ നല്ലത് മാത്രം എടുത്തു. അപ്പോൾ അത് പൊട്ടിച്ചതും കുറച്ചൊന്ന് കേട് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കളഞ്ഞു. അതിൽ ചെറിയൊരു ഭാഗം മാത്രമേ കിട്ടിയുള്ളൂ. അങ്ങനെ ഞങ്ങളത് എടുത്ത്
കഴുകിയിട്ടാണ് പിന്നെ കഴിച്ചത്. പിന്നെ ഈ കാണുന്നതൊക്കെ ഞങ്ങൾ നാട്ടുവഴികളാണ് കേട്ടോ. ഞങ്ങൾ ഓണക്കാലത്ത് പൂവൊക്കെ പറിക്കാൻ വേണ്ടി പോകുന്ന സ്ഥലങ്ങളാണ്. അങ്ങനെ വീട്ടിലെത്തി ഇതൊക്കെ കഴുകിയിട്ട് ഞങ്ങൾ കഴിച്ചു. എന്തോ ഒരു പുളിപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, വലിയൊരു ടേസ്റ്റ് തോന്നിയില്ല. ഞാൻ പിന്നെ കഴിച്ചില്ല. അതിന് ശേഷം ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കിയത് രാത്രി കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പൂവട കൂടി ഉണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെ ഇതാ പൂവടയുടെ പ്രിപ്പറേഷൻ കേട്ടോ കാണുന്നത്. പൂവട ഉണ്ടാക്കി കഴിക്കുന്നത് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ കഴിക്കേണ്ട കൊതി കൊണ്ട് ഒക്കെ എപ്പോഴോ കഴിച്ച് തീർത്തു. അങ്ങനെ വേറെ റിസൾട്ടാണ് കേട്ടോ. പിന്നെ ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ ചെക്കൻ കുറുമ്പൻ. ഉറങ്ങുന്നത് നോക്ക് കള്ളൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറെ വീഡിയോയും വേറെ ദിവസം വരാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ.